ഹായ് ഫ്രണ്ട്, നിഫ്റ്റിയുടെ അനാലിസിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാം. മഹാരാഷ്ട്ര സീംലെസ്സിൻ്റെ ചാർട്ടാണുള്ളത്. പഴയ ചാർട്ടാണ്, സംതിങ് അറൗണ്ട് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള ഒരു ചാർട്ടാണ്. എനിക്ക് തോന്നുന്നു 3 മാസം 4 മാസത്തെ ചാർട്ടാണ്. നമ്മളിവിടെ കാണുന്നതാ സ്റ്റോക്ക് ഹയർ ലോ എന്നുള്ള കൺസെപ്റ്റിൽ കയറിപ്പോന്നാണ് കാണുന്നത്. എനിവേ ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ കൺസെപ്റ്റിൽ ഉപരിയായിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രോങ് ക്യാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് 5.23, ഇത് 3.63, ഇത് 3.90, ഇത് 5.16, ഇത് 7.51, ഇത് 3.70, ഇത് 6. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇൻ്റർവെൽസിൽ നല്ല നല്ല ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൊച്ചു ക്യാൻഡിൽ 3-4 ക്യാൻഡിൽ വന്നിട്ട് മൊമെൻ്റം വീക്കുമ്പോൾ വീണ്ടും ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരും, വീണ്ടും മൊമെൻ്റം വീക്കുമ്പോൾ വീണ്ടും സ്ട്രോങ് ക്യാൻഡിൽ വരും, വീണ്ടും മൊമെൻ്റം വീക്കുമ്പോൾ വീണ്ടും സ്ട്രോങ് ക്യാൻഡിൽ വരും. ഇങ്ങനത്തെ ക്യാൻഡിൽസ് പറയുന്ന പേരാണ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ്, TMC എന്ന് പറയും. ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് ആണ് ഒരു മൊമെൻ്റം സ്റ്റോക്കിൻ്റെ, എന്നാൽ ഹൈ മൊമെൻ്റം പോകുന്ന സ്റ്റോക്കിൻ്റെ ആ മൂവ്മെൻറ്റിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിലാണ്. നമ്മൾ ആൽപ്പയുടെ നെറോട്ടറി വള്ളംകളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ചുണ്ടൻ വള്ളത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ട് വലിയ ബാഹുവിലേക്ക് കണക്കുള്ള ഒരാൾ വലിയൊരു ഒരു പങ്കായം പിടിച്ചുകൊണ്ട് വയ്ക്കും. അങ്ങനെയാണ് ആ ഇത്രയും 10, 150, 200 തുഴക്കാരുടെ കംപ്ലീറ്റ് ട്രജക്ടറിയെ ഡിസൈഡ് ചെയ്യുന്ന ആൾ. അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് ഈ കൊച്ചു ക്യാൻഡിൽസിൻ്റെ ട്രജക്ടറി മൂവ്മെൻറ്റിനെ സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ സ്ട്രോങ് ട്രെൻഡിങ് സ്റ്റോക്കുകളിലാണ് ഇത് സാധാരണ വരുന്നത്. ഒന്ന് ട്രെൻഡ് ഒന്ന് വീക്കാകുമ്പോൾ വീണ്ടും ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വരും, വീണ്ടും ട്രെൻഡ് ഒന്ന് വീക്കാകുമ്പോൾ വീണ്ടും ട്രെൻഡ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ഫേസിൽ മേ ബി 3 മാസം 4 മാസം 6 മാസം നമുക്ക് പറയാൻ പറ്റില്ല എത്ര നാളാണെന്നുള്ള സംഗതി. അപ്പോൾ ബേസിക്കലി മൊമെൻ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസിൻ്റെ അപ്പിയറൻസ്. ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസിൽ എത്ര ക്യാൻഡിൽസിൻ്റെ ഗ്യാപ്പിലാണ് വരുന്നത് എന്നുള്ളതാണ് മൊമെൻ്റത്തിൻ്റെ നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസിൽ അനലൈസ് ചെയ്യുന്ന വലിയൊരു ഫാക്ടർ. ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സിൽ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റർ ബേസ്ഡ് അല്ല. ഞാൻ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡറേ അല്ല. കാര്യം ഇൻഡിക്കേറ്റർ ബേസ്ഡ് എന്ന് പറയുമ്പം ബേസിക്കലി ഞാൻ പഠിപ്പിക്കുന്ന 2 ഇൻഡിക്കേറ്ററേ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ, മൂവിങ് ആവറേജും അതുപോലെ തന്നെ റിലേറ്റീവ് RSIയും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് കൺസെപ്റ്റ്സ്, ഈവൻ എൻട്രി പോലും ഒരു ഇൻഡിക്കേറ്റർ പോലും ഇല്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാര്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പ്രൈസ് ആക്ഷൻ എല്ലാ കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ തറവാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം പ്രൈസ് ആക്ഷനാണ് അൾട്ടിമേറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ട് മൂവിങ് ആവറേജും RSIയും പഠിപ്പിക്കുന്നു വെച്ചാൽ ബേസിക്കലി നമ്മൾ നമ്മുടെ കംപ്ലീറ്റ് ലേണിംഗ് കംപ്ലീറ്റ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻ്റം സ്റ്റോക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. മൊമെൻ്റം സ്റ്റോക്സിൽ മൊമെൻ്റം ഫേസിൽ ഈ 2 ഇൻഡിക്കേറ്റേഴ്സും ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മൂവിങ് ആവറേജും അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും പഠിപ്പിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസിനെ കാണിച്ചു. ഈ ക്യാൻഡിൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഈ ക്യാൻഡിൽസിൽ ഡീസൻ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. ആ ക്യാൻഡിൽ വോളിയം വേണം. വോളിയം നോക്കാം, ക്യാൻഡിൽ വോളിയം ഉണ്ടോ നിങ്ങൾ നോക്കുക, ക്യാൻഡിൽ വോളിയം ഉണ്ടോ നോക്കുക. എല്ലാ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസിനും വോളിയം വേണം. ശരി, ഈ ക്യാൻഡിൽ വോളിയം ഉണ്ടോ, ഈ ക്യാൻഡിൽ വോളിയം ഉണ്ടോ. ഓരോ ട്രെൻഡ് മാനേജ്മെൻറ്റിലും വോളിയം വേണം. വോളിയം ഇതിനെ കാണിക്കുന്നതാണ് കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റിനെ കാണിക്കുന്നതല്ല, ബയറിനെ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽസ് എന്ന് പറയുന്ന ക്യാൻഡിൽ നോർമൽ കേസിൽ ക്ലോസ് ടു ബേസ് ഹൈ ആയിരിക്കണം. ക്യാൻഡിൽ ഹൈയുടെ അടുത്ത് ക്ലോസ് ചെയ്യണം. എല്ലാ ക്യാൻഡിലും നിങ്ങൾ നോക്കിയാൽ ടു ബേസ് ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കഴിവതും ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ കഴിവതും ഒരു ഹാമർ ആയിരിക്കണം. ഹാമർ ക്യാൻഡിൽ വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. കാര്യം അത് ഏറ്റവും താഴെ പോയതിനു ശേഷം അവിടുന്ന് ബയേഴ്സ് സ്റ്റോക്കിനെ പുഷ് ചെയ്ത് കയറ്റി കൊടുത്തതാണ്. ദാറ്റ് മീൻസ് ബയറിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഹാമർ ക്യാൻഡിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ ക്യാൻഡിൽസിൻ്റെ അഭാവം വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ക്യാൻഡിൽസ് വീക്ക് ആകുമ്പോൾ സാധാരണ ട്രെൻഡിങ് സോണിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒരു മീൻ റിവേഴ്സലിലേക്ക് വരും. ട്രെൻഡ് കഴിഞ്ഞു, മീൻ റിവേഴ്സൽ വന്നു, അപ്പോൾ ഒരു ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വന്നു, മീൻ റിവേഴ്സൽ വന്നു, ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വന്നു, വീണ്ടും മീൻ റിവേഴ്സൽ വന്നു, ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ പുഷ് ചെയ്തു, വീണ്ടും മീൻ റിവേഴ്സൽ വന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മീൻ റിവേഴ്സലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പം സംസാരിക്കുന്ന കാര്യം മീൻ റിവേഴ്സൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. മീൻ റിവേഴ്സൽ ബേസിക്കലി നമ്മൾ ഏതെങ്കിലും മൂവിങ് ആവറേജ്, മീൻ റിവേഴ്സൽ 3 ടൈപ്പ് ഉണ്ട്. മീൻ റിവേഴ്സൽ തന്നെ സ്മൂത്ത് ആയിട്ടുള്ളതുണ്ട്, ഡീപ്പ് ആയിട്ടുള്ളതുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. അത് 3 ഡിഫറൻറ്റ് ഫേസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂവിങ് ആവറേജുള്ള കൺസെപ്റ്റ് വ്യത്യാസമാണ്. മീൻ റിവേഴ്സൽ തന്നെ കൺസെപ്റ്റിൽ കുറേ നമ്മൾ പഠിക്കാനുണ്ട്. എൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും സ്റ്റോക്കുകൾ വർക്ക് ചെയ്യുന്നത്. ഹയർ ലോ എന്ന ലെവലിൽ ഒരു എല്ലാ സ്റ്റോക്കിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആക്സിലേഷൻ ഫേസും കാണും, ഒരു പുൾ ബാക്ക് ഫേസും കാണും. ആക്സിലേറ്റ് ചെയ്തു, പുൾ ബാക്ക് ചെയ്തു, ആക്സിലേറ്റ് ചെയ്തു, പുൾ ബാക്ക് ചെയ്തു. ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി എവിടെങ്കിലും ഇതിൻ്റെ ഒരു ക്യാൻഡിൽസ് വീക്ക് ആയി കഴിഞ്ഞാൽ ട്രെൻഡ് മാനേജ്മെൻറ്റ് ക്യാൻഡിൽ വന്നില്ലെങ്കിൽ ശരിക്കും അതിൻ്റെ എന്താ പറയേണ്ടത്, അത് വളരെ ഒരു സ്റ്റാഗ്നൻസിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും സ്റ്റാഗ്നൻസി കൺസോളിഡേഷൻ എന്താ സംഭവിക്കുന്നത്, തിരിച്ച് മൊമെൻ്റത്തിൻ്റെ വീക്ക്നെസ്സിലേക്കും തിരിച്ച് സ്റ്റോക്കിൻ്റെ തന്നെ താഴത്തേക്കുള്ള ഒരു ലെവലിലേക്കും നയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നോക്കൂ, ഈ 3 ക്യാൻഡിൽ ഒഴിച്ചുള്ള ബാക്കി കഴിഞ്ഞ ആഴ്ചയിലെ കംപ്ലീറ്റ് ക്യാൻഡിൽസും ഈ ആഴ്ചയിലെ 2 ക്യാൻഡിലിനും ശരിക്ക്
നമ്മൾ നേരത്തെ പറഞ്ഞ ലെവലിലുള്ള ട്രെൻഡ് മാനേജിങ് എബിലിറ്റി ഇല്ലായിരുന്നു. കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് അല്ല, പകരം മേളിൽ അപ്പർ വിക്ക് ആണ് വന്നത്. അപ്പർ വിക്ക് കാണിക്കുന്ന സെല്ലേഴ്സിനെയാണ്. രണ്ടാമത്തെ കാര്യം ഈ ഒരു ക്യാൻഡിൽ, ദാറ്റ് മീൻസ് ഈ ക്യാൻഡിൽ വന്നത് 3 ജാനാണ്. അതിൻ്റെ അകത്തുള്ള ഈ ഒരു ഡെക്ക് എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ മുതൽ ഈ ലെവൽ വരെ സെല്ലേഴ്സ് സ്റ്റോക്കിന് ഇൻഡെക്സിനെ പുഷ് ചെയ്ത ലെവൽ, താഴത്തേക്ക് പുഷ് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് സംതിങ് അറൌണ്ട് 350 പോയിന്റ്സ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 350 പോയിന്റ്സ് കവർ ചെയ്ത് പോകുമെന്ന് വെച്ചാലും അത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല. കാര്യം അതിന് ട്രെൻഡ് മാനേജ്മെന്റ് ക്യാൻഡിൽ കമ്പൽസറി ആയിട്ട് വേണം. ആ ക്യാൻഡിലിൽ സ്ട്രോങ് ആയിട്ടുള്ള വോളിയം വേണം. ഞാൻ ഇന്നലെ പറഞ്ഞു വോളിയം കമ്പാരിറ്റീവ്ലി കുറവാണ്. വോളിയം കുറവുള്ള ഒരു ലെവലിൽ നിന്നും ഇന്ന് കുറച്ച് വോളിയം വന്നു. ആ വോളിയം റെഡ് വോളിയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിഫ്റ്റിയിൽ വോളിയം കുറവാണ്, നിഫ്റ്റിയിൽ മൊമെന്റം വീക്കാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ മേളിൽ പല ക്യാൻഡിൽസിനെ അപ്പർ വീക്ക് കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ള ഒരു ലെവൽസ് ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു ചെറിയ കൺസോളിഡേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കൺസോളിഡേഷനിലൊക്കെ എന്താ പറയുക, നമുക്ക് അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട്. സംതിങ് അറൌണ്ട് 23,499 ഈ ഒരു സോണാണ് 23,499 ടു ഒരു സംതിങ് അറൌണ്ട് 23,475 ടു 23,499 വരെയുള്ള ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ആ സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ഇന്ന് നിഫ്റ്റി തിരിച്ച് കയറിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റാണത്. സോ നമ്മൾ ഇങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഹ്യൂജ് ആയിട്ട് റിസൾട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിഫ്റ്റിയിൽ മാത്രമല്ല എല്ലാ സെക്ടേഴ്സിലും, ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്ടേഴ്സിലും മീൻ റിവേഷൻ, അതായത് ബേസിക്കലി പുൾ ബാക്ക് എന്ന് പറയാൻ കാര്യം സ്ട്രെങ്ത് ഇല്ല, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് CNX നമുക്കൊന്ന് പരിശോധിക്കാം. CNX റിയാലിറ്റി ആണ്. നോക്ക്, ഓരോ ലെവലിലും ശരിക്കും പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. എന്നിട്ട് നേരെ തിരിച്ചു വീണ്ടും ഒരു മീൻ റിവേഷനിലേക്ക് വരുന്ന ഒരു ലെവലാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ PSE ഇൻഡെക്സ് നോക്കാം. PSE ഇൻഡെക്സ് സംഭവിച്ചത് നിഫ്റ്റിയിലെ PSE ഇൻഡെക്സിൽ ഒരു ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ തന്നെ വീക്ക്നെസ് ആയി. നമ്മളത് കൺസ്യൂമർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് ട്രെൻഡ് ചെയ്ത സെക്ടറാണ്. 2-3 ക്യാൻഡിൽസ് നമുക്ക് ട്രെൻഡ് മാനേജ്മെന്റ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം ഈ ലെവൽ വന്നതിന് ശേഷം വീണ്ടും കൺസ്യൂമർ എന്താ പറയുക, മീനിൽ നിന്ന് അകന്നുപോയി തിരിച്ച് മീനിലേക്ക് വരുന്ന ഒരു ഫേസാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഇൻഫ്ര നോക്കുക, ശരിക്കും ഓൾ ടൈം ഹൈ ഹിറ്റിയതിനു ശേഷം തിരിച്ച് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ തിരിച്ച് വീണ്ടും ആ ഹൈയെ ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല, വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. നിഫ്റ്റി എനർജി നോക്ക്, ഓൾ ടൈം ഹൈ ഹിറ്റിയതിനു ശേഷം തിരിച്ച് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. തിരിച്ചെന്താ സംഭവിച്ചേ? എനർജിക്ക് തിരിച്ച് പഴയ ഹൈയിലേക്ക് എത്താൻ സാധിച്ചില്ല. വീണ്ടും അവിടെ തന്നെ എനർജി ശരിക്കും സ്റ്റാഗ്നന്റ് ആയിപ്പോയി. ഇത് കാണിക്കുന്ന വീക്ക്നെസ്സിനാണ്. അങ്ങനെ ഓരോ സെക്ടറിലും നമുക്ക് സ്ട്രെങ്ത് വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. തീർച്ചയായും അതുകൊണ്ടൊക്കെ തന്നെ നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഇൻടാക്ട് ആണ്. ഹയർ ലോ സ്ട്രക്ചർ ഇൻടാക്ട് ആണ്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പക്ഷേ അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, മുന്നോട്ട് പോകാനുള്ള മൊമെന്റം കമ്പാരിറ്റീവ്ലി വീക്കാണ്. പിന്നെ നമുക്ക് ബജറ്റിനെ ആണ് നമ്മളെല്ലാം പ്രതീക്ഷയോട് നമ്മൾ കാത്തിരിക്കുന്ന വലിയ സംഭവം. നമ്മൾ ഇലക്ഷന്റെ പ്ലസും മൈനസും ഒക്കെ നിഫ്റ്റിയിൽ വന്നു കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ നിഫ്റ്റിയിലില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേൾഡ് മാർക്കറ്റ് നോക്കാൻ നേരത്ത് US 10-year ബോണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഈൽഡ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി 4.21%ലേക്ക് താന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, US ബേസിക്കലി ബോണ്ടിന്റെ ഈൽഡും നിഫ്റ്റി എന്നല്ല ഇക്വിറ്റി മാർക്കറ്റും ശരിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൽ. ഇക്വിറ്റി മാർക്കറ്റ് കൂടിയാൽ ബോണ്ട് ഈൽഡ് താഴും, ബോണ്ട് ഈൽഡ് കൂടുവാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് താഴാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി FIS ഇപ്പോഴും പ്രിയങ്കരമായ മാർക്കറ്റ് ചൈനീസ് മാർക്കറ്റാണ്. എങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് ബൈ ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. കാര്യം US-ലെ ബോണ്ട് ഈൽഡ് താണപ്പോൾ അവർക്ക് ഫണ്ട് വേറെ കൺട്രിയിലേക്ക് മാറ്റേണ്ടി എന്നുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ വരുന്ന ബജറ്റിൽ ഒരു കൺസെപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബജറ്റ് ആയിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരുപക്ഷെ അത് ആ ഒരു പോയിന്റും നിഫ്റ്റിയെ മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഇൻ ജനറൽ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് സോഫാർ. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ വന്നിട്ട് 21% ഷോട്ടപ്പ് ചെയ്തു. അഡ്വാൻസ് ടാക്സ് കളക്ഷൻ വന്നിട്ട് 27.38% ആയി. ഇതെല്ലാം ശരിക്കും എക്കണോമിക് ആക്ടിവിറ്റിയുടെ ആ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടേക്കാണ് നിഫ്റ്റി ബേസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കാനുള്ള കാരണങ്ങൾ. നമുക്ക് അടുത്ത ടോപ്പിലേക്ക് നമുക്ക് കിടക്കാം. സോ 4000 കോടി ഓർഡർ കയ്യിലുള്ള കമ്പനിയുടെ പേരാണ് സുന്ദരം ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്ന. ബേസിക്കലി ഈ കമ്പനി സുന്ദരം ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദി എന്താ പറയേണ്ട മെയിൻ കമ്പനിയാണ് സുന്ദരം ഫാസ്റ്റനേഴ്സ്. ബേസിക്കലി അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ആ ഒരു ഡൊമൈനിലാണ്. ഓൾറെഡി 4000 കോടി ഓർഡർ അവരുടെ കയ്യിലുണ്ട്. അതിനോടൊപ്പം തന്നെ വീണ്ടും കുറെ ഓർഡേഴ്സ്, കുറെ കോൺട്രാക്ട്സ് പൈപ്പ് ലൈനിൽ ഓൾറെഡി ഉണ്ട് ഈ കമ്പനിക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4000 കോടി ഓർഡർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് 5 to 6 years ഏർണിംഗ്സ് ക്ലാരിറ്റിയാണ് കമ്പനി തരുന്നത്. ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ശരിക്കും കമ്പനിക്ക് അതുമായിട്ട് ബേസ് ചെയ്ത് ക്യാപെക്സ് പ്ലാൻ ഉണ്ട്,
കമ്പനി അവരുടെ EV ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചറോടെ സ്കാറ്റർ ചെയ്യാനായിട്ട് അവർ ബേസിക്കലി മഹീന്ദ്ര സിറ്റിയിലും ശ്രീ സിറ്റി നിയർ ചെന്നൈ രണ്ടിടത്തും അവരുടെ കറണ്ട് കപ്പാസിറ്റി എക്സ്പാൻഷൻ അവർ പ്ലാൻ ചെയ്യുന്നത്. ഇക്കൊല്ലത്ത് അവരുടെ ക്യാപെക്സ് പ്ലാൻ വന്നിട്ട് 350-400 കോടിയാണ്. കഴിഞ്ഞ കൊല്ലത്ത് അവരുടെ ക്യാപെക്സ് പ്ലാൻ വന്നിട്ട് 343 crores ആയിരുന്നു. സോ ഇറ്റ് ഈസ് വെൽ പൊസിഷൻ, എക്സലന്റ് ഏർണിംഗ്സ് ക്ലാരിറ്റി ആണുള്ളത്, എക്സലന്റ് ഗ്രോത്ത് പ്ലാൻ ആണ് കമ്പനിക്കുള്ളത്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു വൺ ഓഫ് ദി മോസ്റ്റ് റെപ്യൂട്ടഡ് ഗ്രൂപ്പാണ് സുന്ദരം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനിയാണ്.